ഹേ ഗൈസ്, ദിസ് ഈസ് മീ മേഘ. ഇത് പിങ്കു. എൻ്റെ ഫേവറേറ്റ് പേഴ്സൺ എനിക്ക് ഫസ്റ്റ് ടൈം തന്ന ഗിഫ്റ്റാണ് ഈ പിങ്കു. അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള കണക്ഷനും അത്രയ്ക്ക് ഡീപ്പാണ്. ചേച്ചിയുടെ കുഞ്ഞ് വന്നേ പിന്നെ ഇവനെ എൻ്റെ കയ്യിൽ കിട്ടാറേ ഇല്ല. എനിക്ക് പറ്റുന്ന രീതിയിൽ ക്ലേ കൊണ്ട് കുഞ്ഞു പിങ്കുവിനെ ഞാൻ ഉണ്ടാക്കി. വീട്ടിലുണ്ടാക്കിയ ക്ലേ യൂസ് ചെയ്ത് ഓരോ മോഡൽസ് ഉണ്ടാക്കുന്നതിന് മുന്നേ അത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്താം. അല്ലെങ്കിൽ മിക്സ് ചെയ്യാതെ നമ്മൾ ഓരോ ഷേപ്പ് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അതിൽ ക്രാക്സ് വീഴാനായിട്ടുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഫസ്റ്റ് ടൈം ഇതുപോലെ ഞാൻ ക്രാക്സ് കണ്ട സമയത്ത് ഞാൻ ഓർത്തു ഡ്രൈ ആകുമ്പോൾ അത് മാറുമെന്ന്. പക്ഷേ ഡ്രൈ ആവുന്ന സമയത്ത് ഇത് കൂടുതൽ വിസിബിൾ ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ക്ലേ യൂസ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഓരോ ഷേപ്പിലോട്ട് മാറ്റാൻ ശ്രദ്ധിക്കുക. മിനിയേച്ചർ ഐറ്റംസ് ഉണ്ടാക്കാനായിട്ട് ഈ ക്ലേ ഭയങ്കര കംഫർട്ടബിൾ ആണെങ്കിലും ഡ്രൈയിങ് ടൈം ഭയങ്കര കൂടുതലാണ്. ഡ്രൈയിങ് ടൈം കൂടുതലായതുകൊണ്ട് ഓരോ മിനിയേച്ചർ ഐറ്റംസും കംപ്ലീറ്റ് ആവാനായിട്ട് ലേറ്റ് ആകാറുണ്ട്. അതുകൊണ്ട് ഒരു ഐറ്റം ഉണ്ടാക്കാൻ ചിലപ്പോൾ 2 ദിവസം എടുക്കും. ക്രാഫ്റ്റ്സ് ഉണ്ടാക്കുന്നത് എൻ്റെ പാഷനാണെങ്കിലും എൻ്റെ പ്രൊഫഷൻ നഴ്സിംഗ് ആണ്. നഴ്സിംഗും ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചെടുത്ത പ്രൊഫഷൻ തന്നെയാണ്. ഷിഫ്റ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് ഞാൻ ഓരോ ക്രാഫ്റ്റ്സിൻ്റെയും പകുതി വെച്ചാണ് ഓരോ ദിവസം ചെയ്യാറ്. വീട്ടിൽ ഇഷ്ടം പോലെ പാവലുണ്ടെങ്കിലും എൻ്റെ ഫേവറേറ്റ്സിലൊന്നാണ് ഈ പിങ്ക്. അതുകൊണ്ട് ഫസ്റ്റ് ഇവനെ തന്നെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഫെവിക്കോൾ വെച്ചിട്ടാണ് ഇതിൻ്റെ ഓരോ ഷേപ്സും ഞാൻ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. മിനിയേച്ചർ പിങ്കുവിൻ്റെ കണ്ണും ചെവിയും മൂക്കും എല്ലാം ഞാൻ ക്ലേ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ടീഷർട്ടിലുള്ള ഒരു പിക്ചർ മാത്രം ഞാൻ പെയിന്റ് യൂസ് ചെയ്തിട്ടാണ് വരച്ചിട്ടുള്ളത്. എക്സാക്ട് ഒറിജിനൽ പിങ്കുവിനെ പോലൊന്നും ഈ മിനിയേച്ചർ പിങ്കു ആയിട്ടില്ലെന്നറിയാം. എന്നാലും ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. രണ്ടുപേരെയും കണ്ടിട്ട് ഏകദേശം ഒരുപോലെ ഇരിക്കുവാണെന്ന് തോന്നുവാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ടാറ്റാ.